ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, 2025 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോൾ ലെസൺസ് എന്തെന്നൊക്കെയാണ്. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് ഡീപ്പിൽ പോവാം. ഓക്കെ, എന്തൊക്കെയാണ് സോൾ ലെസൺസ്? ആദ്യം നമ്മൾ നോക്കുന്ന സോൾ ലെസൺസ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, അതിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ലേണിങ്സ് എന്തൊക്കെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് സോൾ ലെസൺ ആണെങ്കിലും അതിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ടാവും. ഓക്കെ, അത് ഈ വർഷം നമുക്ക് എങ്ങനെയാണ് അത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. പൈൽ 1, പൈൽ 2, പൈൽ 3. ഓക്കെ, ഈ 3 പൈൽസാണുള്ളത്. നിങ്ങൾക്ക് 3 കേൾക്കണമെങ്കിൽ 3 കേൾക്കാം, പ്രശ്നമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, പൈൽ 1, പൈൽ 2 ആൻഡ് പൈൽ 3. ഓൾ റൈറ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം, വന്നതിലും കണക്ട് ചെയ്തതിലും. എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓൾറെഡി വന്ന് നമ്മളെല്ലാവരും വളരെയധികം കണക്റ്റഡ് ആണെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അഗെയിൻ. വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന്. എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ പൈലിൽ പോകാം, ഇഷ്ടമുള്ളത് കേൾക്കാം. ഓൾ റൈറ്റ്, ഹായ് പൈൽ 1, വെൽക്കം ബാക്ക് ടു യുവർ റീഡിങ്. ഒരുപാട് സന്തോഷം കണക്ട് ചെയ്തതിൽ. നമുക്ക് നോക്കാം നിങ്ങളുടെ പൈൽ 1ൻ്റെ ഈ വർഷത്തെ സോൾ ലെസൺ എന്താണ്. നിങ്ങൾക്ക് ഈ വർഷം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ പറയില്ലേ, നമ്മൾ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ വർഷം നമുക്ക് ഒരു പർട്ടിക്കുലർ സോൾ ലെസൺ ഉണ്ടാകും, അത് നമ്മുടെ സോൾ പ്ലാൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ സോൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകും, ഓരോ സമയത്ത് ഓരോന്ന് പഠിച്ച് അതിനെ കംപ്ലീറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വേറൊന്നുമില്ല, ആ ഒരു പർട്ടിക്കുലർ സോൾ ലെസണിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്ത് തന്നെ ഫൈനലൈസ് ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ വരുന്നത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ട്, ലൈക്ക് എന്തെങ്കിലും ഒരു സൈക്കിൾ പോലെ, ഒരു പാറ്റേൺ പോലെ, ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അത് ബ്രേക്കപ്പായി, അടുത്ത റിലേഷൻഷിപ്പ് അതും സെയിം ബ്രേക്കപ്പ്, തേർഡ് റിലേഷൻഷിപ്പ് അതും ബ്രേക്കപ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവിടെ മിസ്റ്റേക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു ഫസ്റ്റ് റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്പിൻ്റെ സിറ്റുവേഷനെ നമ്മൾ ഹീൽ ചെയ്യാണ്ട് അടുത്ത റിലേഷൻഷിപ്പിൽ പോയി. അത് നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ, നമുക്ക് ഒട്ടും പോസിറ്റീവ് അല്ലാത്ത രീതിയിൽ നമ്മുടെ ലൈഫിനെ മാറ്റും. ഓക്കെ, ഓൾറൈറ്റ്, നമുക്ക് എന്തായാലും കൂടുതൽ ഡെപ്തിലോട്ട് പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ വർഷത്തെ സോൾ ലെസൺ വെറി. ഐ ആം ലേണിംഗ് ദാറ്റ് വെറി ഡസൻ ചേഞ്ച് ആൻ ഔട്ട്കം. ഓക്കെ, ഈ വർഷം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ എന്താ പറയുക, അതൊരു മാറ്റവും കൊണ്ടുവരാനൊന്നും പോകുന്നില്ല. ഓക്കെ, അതിലൊരു ഔട്ട്കം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അയ്യോ അതെന്താവും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു സിറ്റുവേഷൻ വന്നാൽ ശരി, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, നമുക്ക് നോക്കാം അടുത്തിന് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഒരു വലിയൊരു ലെസണാണ്. കാരണം വെച്ചാൽ നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലും ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ ഈ വർഷത്തെ ലെസൺ എന്ന് പറഞ്ഞാൽ ശരി, എന്ത് കാര്യം വന്നാലും ഇപ്പം നമ്മുടെ ലൈഫിൽ എന്ത് വന്നാലും പോയാൽ താഴെക്കൂടയിലേ വരുള്ളൂ, അല്ലാണ്ട് വേറൊന്നും വരാൻ പോകുന്നില്ലല്ലോ. എന്ത് വന്നാലും നമ്മുടെ താഴെക്കൂടെ വരുള്ളൂ, അല്ലാണ്ട് മേലിക്കൂടെ നമ്മൾ തല കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് വരുമ്പെടുത്ത് വെച്ച് നോക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഈ വർഷം പഠിക്കും. നിങ്ങൾ ഒരുപാട് ചെറിയ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ്, ഒരുപാട് അയ്യോ അതിന് എന്താവും ഇങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു സോൾ ലെസൺ ഈ 2025 നിങ്ങൾ ആ ഒരു നിങ്ങളുടെ വെറി എന്ന് പറയുന്ന ഒരു എനർജീനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഡൗട്ട്, ഐ റിലീസ് ദ നീഡ് ടു നോ ഓൾ ദ ആൻസേഴ്സ്. നിങ്ങൾ പിന്നെ ചില ആൾക്കാർക്ക് സെൽഫ് ഡൗട്ടുള്ള ആൾക്കാരാണ്, ഞാൻ അത് ചെയ്താൽ ശരിയാവോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, എന്നെക്കൊണ്ട് അതിന് പറ്റുമോ, ഇങ്ങനെ വെച്ചാൽ എല്ലാ കാര്യത്തിലും ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ സെൽഫ് ഡൗട്ട് നിങ്ങൾ ഈ വർഷം റിലീസ് ചെയ്യും. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട്, ഇനി ഇത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട്, അതായത് എല്ലാത്തിനെക്കുറിച്ചും. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൽ ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും അറിയാനും മനസ്സിലാക്കാൻ പറ്റും. എല്ലാം മനസ്സിലാക്കി ഫൈനലി എങ്ങനെ ആയിരിക്കും എന്നുള്ള എല്ലാ രീതിയിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനും അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. ഇപ്പം എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാര്യം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ അടുത്ത് എന്താണെന്ന് അറിയണം. ആൻസർ അറിയാതെ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, നിങ്ങൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന വലിയൊരു പാഠം എന്ന് വെച്ചാൽ, നമുക്ക് പോകുന്ന പോലെ പോവാം. ഓക്കെ, എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. വെറിയുടെ വേറൊരു വകഭേദമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഡൗട്ടിൻ്റെ എനർജി. നമുക്ക് ഇൻ ഡെപ്ത് പോവാം. ഹ്യൂമർ, ഐ ചൂസ്
ടു ഫോക്കസ് ഓൺ ദ ലൈറ്റർ സൈഡ് ഓഫ് ലൈഫ്. ഇപ്പം നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കും, വെറി ഡൗട്ടും ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ടെൻഷനും വെറിയും കൊണ്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിലും ലൈറ്റർ സൈഡ് ഉണ്ട്. ഓഫ് കോഴ്സ് വിധൻ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. ഹ്യൂമറിൻ്റെ കാർഡിനകത്തുള്ള വിധൻ എനിക്ക് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നുണ്ട് ഒരു കുഞ്ഞു ബുദ്ധനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങിച്ചോട്ടാ, കാരണം നിങ്ങൾക്കത് ഭയങ്കര പോസിറ്റീവായിരിക്കും. നിങ്ങളുടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചക്രാസ് ഈ വർഷം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ചക്ര ആൻഡ് ക്രൗൺ ചക്ര ആയിരിക്കും. ഗ്രീനും പർപ്പിൾ കളറും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ലൈറ്റർ സൈഡ്, നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ ടഫ് പീരീഡ്സ് ഉണ്ടാകും. അപ്പം നമുക്ക് ലൈറ്റർ സൈഡിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നിങ്ങളടുത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ലൈഫിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് മാക്സിമം സന്തോഷിക്കുക. അതിൽ അവിടെ ഞാൻ ഭയങ്കര ടെൻഷനിലാണ്, സ്ട്രെസ്സിലാണ്, എനിക്കിതിൻ്റെയൊക്കെ റിസൾട്ട് വന്ന് ചില ആൾക്കാരുണ്ട്, ഇതിങ്ങനെ ആയാൽ എനിക്ക് സന്തോഷം വരും, ഇങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വന്നാൽ എനിക്ക് സന്തോഷം വരും, അങ്ങനെ ഓരോന്നിനും ക്രൈറ്റീരിയ വയ്ക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ വർഷം അങ്ങനെയുള്ള ആൾക്കാരായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ലേണിംഗ് എന്ന് പറഞ്ഞാൽ, യെസ്, എൻ്റെ ലൈഫിലെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ പോലും ഞാൻ ഹാപ്പി ആവും. ഓക്കെ, അങ്ങനെ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഈ വർഷം വരുന്നത്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം. സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് നമ്മുടെ ഈ വർഷത്തെ സോൾ ലേണിംഗ്, പിന്നെ വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയ പറയാനുണ്ടോ? സോൾ ലേണിംഗ് റിലേറ്റ് ചെയ്തിട്ട് പർട്ടിക്കുലർ ഏരിയ. ചിലർക്ക് ബിസിനസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബിസിനസ്, കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാം അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല ബിസിനസ് അല്ലേ. അപ്പോൾ അത് ചില ആൾക്കാർക്കുണ്ട്. ചില ആൾക്കാർ പുതിയ ജോബ് സിറ്റുവേഷൻ വരുന്നുണ്ട്, ചിലർ കോഴ്സ് വരുന്നുണ്ട്. അടിപൊളി. ക്യൂൻ ഓഫ് കപ്സ്, 6 ഓഫ് വാണ്ട്സ്. അതെ, നിങ്ങൾ ആരെങ്കിലും ബിസിനസ് ചെയ്യണം, പക്ഷേ ഡൗട്ട്, ടെൻഷൻ അവരെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാൻ തന്നെ പറയും. ഉറപ്പായിട്ട് ചെയ്യണം. അതിന് വേണ്ടുന്ന സ്റ്റെപ്സൊക്കെ എടുക്കണം നിങ്ങൾ, കാരണം സക്സസ് ആണ് നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ വെഞ്ചറിന് വരാൻ പോകുന്നത്. ഓക്കെ, ദ ചാരിയറ്റ് കാർഡ്, ദ ലവേഴ്സ് ആൻഡ് കിങ് ഓഫ് വാണ്ട്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഇസ് മൂൺ കാർഡ്. ഓക്കെ, നിങ്ങളുടെ ഈ വർഷത്തെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസിനെ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങും. കാരണം എൻ്റെ ലൈഫിലെ പല കാര്യത്തിനും എൻ്റെ മനസ്സിൽ ഇത്രയും ടെൻഷൻ, വെറി ഇതെല്ലാം വന്നത് എൻ്റെ സബ് കോൺഷ്യസ് തോട്ടാണ്. ഓക്കെ, ആ സബ് കോൺഷ്യസ് തോട്ടിനെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ കൂടുതൽ സപ്ലിമെൻറ്റ്സ്, നമ്മൾ പറയില്ലേ, നമ്മളെ സെൽഫ് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യുന്നൊരു മീൻസ് നിങ്ങൾ എഫേർട്ട് എടുക്കുന്ന ഒരു ടൈമായിരിക്കും ഈ വർഷം. അത് ഡെഫിനറ്റ്ലി വേണം. കാരണം നമ്മുടെ ഈ വെറി ആയിരുന്നാലും ഡൗട്ടായിരുന്നാലും അതുകൊണ്ട് ആ രണ്ട് എനർജി കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാൻ പറ്റില്ല. അപ്പം ആ രണ്ട് എനർജി മാറിപ്പോകാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം ഇതെല്ലാം നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ മനസ്സിലാണ് അല്ലേ. നമുക്ക് ടെൻഷൻ ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും ഇതെല്ലാം വരുന്നത് നമ്മുടെ മനസ്സിലാണ്, ഫസ്റ്റ് വരുന്ന മനസ്സിലാണ്. അപ്പം മനസ്സിൽ എന്തുകൊണ്ട് ഇതെന്ന് ചോദിച്ചാൽ, നമ്മൾ കുഞ്ഞുനാൾ മുതലേ എല്ലാവരും പറഞ്ഞിരുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ ലോകത്ത് ഭയങ്കര സക്സസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ അങ്ങോട്ട് പോയാൽ ഭൂതമുണ്ട്, ഇങ്ങോട്ട് പോയാൽ ആരെങ്കിലും പിടിച്ചോണ്ട് പോവും, അങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ എല്ലാ വശവും പഠിച്ച് മനസ്സിലാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യാവുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഡൗട്ട് വരും. പിന്നെ നമ്മൾ പറയണത് ശരിയാണോ, നമ്മൾ ചെയ്യണത് ശരിയാണോ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് തന്നെ ഫുൾ കംപ്ലീറ്റ് ഡൗട്ട് വരും. കാരണം പല ആൾക്കാരും പല സിറ്റുവേഷനിലും പലതും പറഞ്ഞു തന്ന് ഈവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ പോലും അഫക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ കേസിൽ എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങളുടെ ഒരുപാട് സെൽഫ് കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്ന് ആ ലേണിംഗ്, അതായത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാത്തിൻ്റെ ആൻസർ മനസ്സിലാക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മുടെ ഇൻറ്റ്യൂഷനെ, നിങ്ങൾ പല ആൾക്കാരും ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ്റെ വോയിസ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ വർഷം നിങ്ങളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ബിസിനസ്സുകാർ ഉറപ്പായിട്ടും ബിസിനസ് ചെയ്യുക, നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് ഞാൻ ഈ വർഷം കാണുന്നത്. ഈ വർഷം അല്ല, കണ്ടിന്യൂ ചെയ്തും സക്സസ് ആണ്. ആദ്യത്തെ ഒരു 6 months കുറച്ച് സ്ട്രഗിൾ ആയിരിക്കും, പക്ഷേ അതിനുശേഷം ഗ്രാൻഡ് സക്സസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ
നമ്മളൊരു അന്യനാട്ടിൽ പോകുമ്പോൾ ഉറപ്പാണ് നമുക്ക് ടെൻഷനാവും, ഡൗട്ട് വരും. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പുറത്തോട്ട് പോകുന്നതിനെക്കുറിച്ചാണ് ടെൻഷൻ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് പൊക്കോ. അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഡിവൈൻ അറേഞ്ച് ചെയ്തേക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്ഫുൾ പീപ്പിൾ ഉണ്ടാവും. എല്ലാ രീതിയിലും നമ്മൾ പറയില്ല, നമുക്ക് വേണ്ടുന്ന ബ്ലെസ്സിങ്സ് എല്ലാം ഭഗവാൻ കൃത്യമായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കും. നമ്മൾ മാത്രമാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ മീൻസ് സമയമെടുക്കുന്നത്. ദൈവത്തിന് അതിനെല്ലാത്തിനും ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. സോ ട്രാവലുള്ള ആൾക്കാർക്ക് ഹാപ്പി ജേർണി ഇൻ അഡ്വാൻസ്. കാരണം ഇത് നടക്കട്ടെ, കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എല്ലാം പ്രോപ്പർ ആയാലേ ഇന്ന രീതിയിൽ ചില ആൾക്കാരുണ്ട് നമുക്ക് ഇന്ന പോലെ തന്നെ ആയാൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയിൽ നിന്ന് മാറി യെസ് എന്ത് വന്നാലും ഗോ വിത്ത് ദ ഫ്ലോ, എന്ത് വരുന്നോ അതനുസരിച്ച് മൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഗോ വിത്ത് ദ ഫ്ലോയുടെ എനർജിയിലേക്കാണ് മെജോറിറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും വരുന്നത്. ലവേഴ്സിൻ്റെ കാർഡ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അയ്യോ ഈശ്വര ഇങ്ങനൊരു പ്രപ്പോസൽ വന്ന് ഇയാളെങ്ങനെയായിരിക്കും, ഈ കാണുന്ന ആൾ തന്നെയാണോ, അതോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, ഓപ്പൺ ആയിരിക്കുമോ, അതോ എങ്ങനെ പോവും, അങ്ങനെ ഒരുപാട് കൺഫ്യൂസ്ഡ് ഒക്കെ ആണെങ്കിൽ ടെൻഷൻ ആവണ്ട. എനിക്ക് നമ്മൾ പറയില്ലേ, നമുക്ക് ഒരു ഡിവൈൻ കണക്ഷൻ്റെ എനർജി ആയിട്ടാണ് എനിക്ക് ഈ ലവേഴ്സിൻ്റെ കാർഡിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മനസ്സിൽ തന്നെ ഫീൽ ചെയ്യും ലൈക്ക് ഇല്ല ഇത് ഒരു വലിയൊരു ഡിവൈൻ കണക്ഷനായിട്ട്, അല്ലെങ്കിൽ ഒരു ഭയങ്കര എന്താ പറയുക നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കണക്ഷനായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് സിഗ്നിഫിക്കൻ്റ്ലി ആക്ഷൻ എടുക്കും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ വിചാരിക്കുന്നതല്ല, നിങ്ങൾ അതിന് വേണ്ടി ആക്ഷൻ എടുക്കും. ലിയോയുടെ എനർജിയാണ്. ഓക്കെ, ലിയോ എനിക്കെന്തോ ഇന്ന് മൊത്തം ലിയോ എനർജിയാണ് കിട്ടിയത്. എന്തായാലും കൊള്ളാം. നിങ്ങൾ ആരെങ്കിലും ലിയോസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഡബിൾ കൺഫർമേഷനാണ്. പിന്നെ നിങ്ങളുടെ വേറെ സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ലൈഫ് പാത്ത് 6 ആണെങ്കിൽ, 7 ആണെങ്കിൽ, 9 ആണെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. 18 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ടെൻഷനും വരെയൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ റീഡിംഗ് ആണ്. അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. നമുക്ക് നോക്കാം വേറെ എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ. നമ്മൾ ഈ വർഷത്തെ വേറെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ സോൾ ലെസൺ നമ്മൾ ലേൺ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്പിരിറ്റ് തരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഓരോ ലെസൺ നമ്മൾ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പിരിറ്റിൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണെന്ന് നോക്കാം. സ്പിരിറ്റ് നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഈ ലെസൺ നമ്മൾ സോൾ ലെസൺ ലേൺ ചെയ്ത് കഴിയുമ്പോൾ. വാവ്, ഈ ലവ് എനിക്ക് നിങ്ങളുടെ ഇവിടുത്തെ ലവേഴ്സിൻ്റെ എനർജിയെക്കാളും ഡിവൈൻ ലവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവൈൻ്റെ എനർജി ക്ലിയർ കട്ടായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ നമുക്കറിയാം ലൈക്ക് ഡിവൈൻ നമ്മുടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യുന്ന നമ്മൾ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ അച്ഛനമ്മമാരും അതുപോലെ തന്നെ ഡിവൈനുമാണ്. ആ ഒരു ഡിവൈൻ എനർജി കൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഡൗട്ടും ടെൻഷനും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട് ആക്ഷൻ എടുക്കാനും മുന്നോട്ട് പോകാനുമായിട്ടുള്ള. വാവ്, മനസ്സിനൊരു സമാധാനം, പീസ്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈശ്വരാധീനം നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അവിടുത്തെ അനുഗ്രഹം വരും. പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലോസ് ആയിപ്പോവും. പല ടഫ് പീരീഡ്സ് ക്ലോസ് ആയിപ്പോയി ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവും. കാരണം ബ്രാൻഡ് ന്യൂ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ വേണ്ട എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ അവസാനിപ്പിക്കാനുള്ള ശക്തി ചിലത് നമുക്ക് അവസാനിപ്പിക്കാൻ നമുക്കൊരു മെൻ്റൽ എന്താ പറയുക സ്ട്രെങ്ത്ത് വേണം. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഉറപ്പായിട്ട് എംപവർമെൻറ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് തന്നെയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എനിക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിൽ പവർ നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിട്ട് അത് നിങ്ങളുടെ ബ്ലെസ്സിങ് തന്നെയാണ്. സമാധാനം, സ്നേഹം, നമ്മുടെ മനസ്സിൻ്റെ എന്താ പറയുക സ്ട്രെങ്ത്ത് നമ്മുടെ ലൈഫിൽ നമുക്കൊട്ടും സ്യൂട്ടബിൾ. കാരണം ഇത് ചില ആൾക്കാർ റെപ്പറ്റീഷനായിട്ട് ഇത് വെറിയുടെ എനർജിയിലായിരുന്നിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ലെസൺ നമ്മൾ ലേൺ ചെയ്ത് കഴിയുമ്പം ആ ഒരു പർട്ടിക്കുലർ സൈക്കിൾ എൻഡ് ചെയ്യാണ്. പുതിയ ക്ലോസ് ചെയ്തിട്ട് പുതിയ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരികയാണ്. സൂപ്പർ. ഓൾറൈറ്റ്, ഈ ഇതിൻ്റെ ഇടയിൽ അതായത് നമ്മളിപ്പോൾ ഈ എന്താ പറയുക സോൾ ലേണിംഗ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് എന്തായാലും ചാലഞ്ചസ് വരാം. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ ചാലഞ്ചസ് ആണ് സ്പിരിറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്, ലൈക്ക് നമ്മുടെ ഈ ലേണിങ്ങിന് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്.
ഓക്കെ, നിങ്ങളുടെ ട്രാവൽ റിലേറ്റഡ് ഓക്കെ വോയേജിൻ്റെ കാർഡുണ്ട് ചാലഞ്ചായിട്ട്. ഫൊർഗീവ്നെസ് ചാലഞ്ച്, ഓഫ് കോഴ്സ് ഫൊർഗീവ്നെസ്. നമുക്ക് മറ്റുള്ളവർക്ക് ക്ഷമിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി കുറവുള്ള ആൾക്കാരാണെങ്കിൽ അത് നമുക്കൊരു ചാലഞ്ച് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, മറ്റുള്ളവർക്ക് ക്ഷമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ആ ബ്ലെസ്സിങ്സ് കാര്യമായിട്ട് വരിക. ഓക്കെ, എന്തെങ്കിലും ഫൊർഗീവ്നെസ്സിൻ്റെ എനർജിയിൽ നിങ്ങൾക്കൊരു എന്താ പറയുക നെഗറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ ഫൊർഗീവ്നെസ് എനർജി. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റുമായിരിക്കും, ക്ഷമിച്ചാൽ പോലും ഞാൻ ഒരിക്കലും ക്ഷമിക്കുമ്പോൾ മറ്റേ ആൾ ചെയ്ത് കംപ്ലീറ്റ് ക്ഷമിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ഷമിച്ചാൽ മാത്രമായിരിക്കും മുന്നോട്ട് പോകാൻ പറ്റുക. നമ്മുടെ ഹാർട്ട് ചക്ര അപ്പം മാത്രമായിരിക്കും ഓപ്പൺ ആവുക. അപ്പോഴേ നമ്മുടെ ബ്ലെസ്സിങ്സ് കറക്റ്റായിട്ട് നമ്മളിൽ വന്ന് ചേരും. അതുകൊണ്ട് നമ്മുടെ തെറ്റ് ചെയ്ത ആളിനോട് ക്ഷമിക്കുക, നമ്മളോട് ക്ഷമിക്കുക, ആ സിറ്റുവേഷനോട് ക്ഷമിക്കുക, എന്നിട്ട് എല്ലാം ഡിവൈന് വിട്ടു കൊടുക്കുക. അതിലൂടെ നമ്മൾ ഒരുപാട് നമ്മുടെ ഹാർട്ട് ചക്ര ഹീലായി ഓപ്പൺ അപ്പ് ആവും. നിങ്ങൾക്ക് പല ആൾക്കാർക്കും ആ ഒരു ഹാർട്ട് ചക്ര ഹീലിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷം. ഓക്കെ, പ്ലഷറിൻ്റെ കാർഡുണ്ട്. ഓഫ് കോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് പല സമയത്തും നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാം. ഓക്കെ, ടെംപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ പ്ലഷറിൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് ഇപ്പം നമുക്ക് ചെയ്യണം, വെളുപ്പിനെ എണീറ്റ് ചെയ്യണം. ചില ആൾക്കാർക്ക് ഇവിടെ എക്സസൈസിൻ്റെ എനർജി വരുന്നുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റ് എനിക്ക് എക്സസൈസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ കിടന്നു കഴിഞ്ഞാൽ ഈശ്വര ഒരു 10 മിനിറ്റ് കിടക്കാം, ഒരു 15 മിനിറ്റ് കിടക്കാം. കിടന്ന് നമ്മൾ നീട്ടി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല. ഇടയ്ക്ക് നമ്മളെ ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക പ്ലഷറിൻ്റെ കാർഡ്, അതായത് വേറൊന്നുമല്ല, നമ്മുടെ മടി എന്ന് പറയുന്ന സാധനം ഒന്ന് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഹാപ്പിനെസ്, നമുക്ക് നിങ്ങളിൽ പല ആൾക്കാർക്കും ചാലഞ്ചായിട്ട് വരാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഹാപ്പിനെസ്സിനെ ഉൾക്കൊള്ളാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാരുമായിട്ട് നമ്മൾ പറയില്ലേ, നമ്മുടെ ഹാപ്പിനെസ് വേറെ ആളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരുന്നതെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പെട്ടെന്ന് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നമ്മുടെ ലൈഫിൽ നിന്ന് മൂവ് അവേ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് തോന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് ഇല്ല, ഞാൻ സന്തോഷവതിയല്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഒരിക്കലല്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ എനർജിയിലേക്ക് തന്നെ നിങ്ങൾ വരും. കുറച്ച് ചാലഞ്ചിങ് ആണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മുടെ എന്താ പറയുക ലേണിംഗ് കഴിഞ്ഞു, അവർക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് പോകാനുള്ള ടൈമായി, ഡിവൈൻ ടൈമിങ് ആയി. സോ അവർ പോവുകയാണെങ്കിൽ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇതിനകത്ത് ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ ക്ലോഷറാണ്. ഓക്കെ, നമുക്കും ഫേവറബിൾ അല്ല, അവർക്കും ഫേവറബിൾ ഇല്ലാത്ത റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ കാണിക്കുകയാണ്. എനിവേ, നമുക്ക് നോക്കാം ഇനി ഫർദർ എന്തെങ്കിലും ഫൈനൽ വേണോ? ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റാർ സീഡ് കാർഡ്സിനകത്ത് നിന്ന് എന്തെങ്കിലും പർട്ടിക്കുലർ ഗൈഡൻസ് പൈൽ 1-നുണ്ടോ? സ്റ്റാർ സീഡ് ഗ്രൂപ്പിനകത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾ ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സ്പിരിച്വൽ ഗിഫ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഒരു കാർഡ് മതിയല്ലേ? ഒരു കാർഡ് മതി സുരട്ടെ. ഉറപ്പായിട്ടും കാർമിക് റിലേഷൻഷിപ്പ്, ഓറിയൻ എനർജി, പൊളാരിറ്റി, സോൾവ്, ഗ്രോത്ത്, കോൺഫ്ലിക്റ്റ്. ചില ആൾക്കാർക്ക് കാർമിക് റിലേഷൻഷിപ്പ് തിരിച്ചറിയുന്നു, ചില കർമ്മം കഴിയുമ്പോഴത്തേനും നമുക്കത് കംപ്ലീഷനിലേക്ക് വരുന്നു. ഓക്കെ, കാർമിക് റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇത് കഴിയുമ്പോൾ അത് എൻഡ് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. ഓക്കെ, ചില ആൾക്കാർ ഒറയൻ സ്റ്റാർ സീഡ്സ് ആണ്. ഒറയൻ എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കണക്റ്റ് ആവുന്നുണ്ടോ ഒന്ന്? ഒറയൻ എന്ന് പറയുന്ന വേർഡ് ഇതാണ്, ORION. നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ചുമ്മാ ഗൂഗിൾ ചെയ്ത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് അതിനെക്കുറിച്ച് വായിക്കുമ്പം നിങ്ങൾക്ക് കുറച്ച് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഡോണ്ട് ഫോളോ, പീവ് എ ന്യൂ പാത്ത്, ബി ദ ലീഡർ യു വിഷ് യു ഹാഡ്. ഡെഫിനറ്റ്ലി ചില ആൾക്കാർ ആക്ഷൻ എടുക്കുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ഒരു കൺഫർമേഷൻ മാത്രമാണ് ഇതിനകത്ത്. ഉറപ്പായിട്ടും നിങ്ങളിൽ പല ആൾക്കാരും, കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനും അതിൽ സക്സസ്ഫുൾ ആവാനും ഉള്ളതാണ്. നമുക്ക് ഇതിൽ ഫൈനൽ കാർഡ് നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് മരിച്ചുപോയ ആൾക്കാരിൽ ആരെങ്കിലും നിങ്ങൾക്ക് പർട്ടിക്കുലർലി മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മെസ്സേജ് ആയിരിക്കും. പാസ്ഡ് ആൻഡ് ലവ്ഡ് വണ്ണിൻ്റെ മെസ്സേജാണ്. സ്പിരിറ്റ്, താങ്ക് യു. ഓക്കെ, ഹോൾഡ് ആസ് ഇൻ യുവർ ഹാർട്ട്, നോട്ട് ഇൻ യുവർ ഹോം. ഇറ്റ്സ് ഓക്കെ ടു ഡീക്ലട്ടർ. നിങ്ങൾ മരിച്ചുപോയ ആൾക്കാർ എന്തെങ്കിലും സാധനം കൂടുതലായിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ
എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനം വെച്ചിട്ട് ബാക്കി നമ്മൾ ഡീക്ലട്ടർ ചെയ്ത് കളയുക. നമ്മുടെ മനസ്സിലാണ് അവരെ സൂക്ഷിക്കുന്നത്, ഒരിക്കലും നമ്മുടെ വീടിനകത്തല്ല. ഓക്കെ, അങ്ങനെ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ബേർഡ്സ് ആർ മെസ്സഞ്ചേഴ്സ് വി യൂസ് ടു കണക്ട് വിത്ത് യു. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കുരുവികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, മരിച്ചുപോയ ആൾക്കാരുടെ ആ ഒരു കണക്ഷൻ അവരിലൂടെ നിങ്ങൾ കണക്റ്റ് ആവുന്നില്ല, അവർ നിങ്ങളിൽ കണക്റ്റ് ആവുന്നത് കുഞ്ഞു കുഞ്ഞു ബേർഡ്സിലൂടെ എന്നുള്ളൊരു കൺഫർമേഷൻ ഉണ്ട്. യുവർ ഇൻറ്റ്യൂഷൻ ഈസ് സ്ട്രോങ്, വി ആർ റീച്ചിങ് ഔട്ട് ടു ഹെൽപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആവുന്നത്, കാരണം ക്യൂന കപ്സും അതുപോലെ മൂൺ കാർഡും രണ്ടും ഇൻറ്റ്യൂഷനെ സൂചിപ്പിക്കുന്നതാണ്. വി വിൽ ലൈറ്റ് ദ പാത്ത് ടു ന്യൂ പോസിബിലിറ്റീസ് ഫോർ യുവർ ഫ്യൂച്ചർ, സ്റ്റേ അവെയർ. ഒരുപാട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പണിങ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റേതായ ഫലം ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ ഉള്ളൊരു എനർജിയാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങളുടെ സോൾ ലെസൺ ഉറപ്പായിട്ട് ലേൺ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ലെസൺ ലേൺ ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റാണ്. ഓൾറൈറ്റ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ലെസനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടി, എന്താ പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എനിവേ, എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. ടേക്ക് കെയർ. ബൈ. ഹായ് പൈൽ 2, വെൽക്കം ടു യുവർ റീഡിങ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ വർഷത്തെ 2025 നിങ്ങളുടെ സോൾ ലെസൺ എന്താണ്, നിങ്ങൾ ഈ വർഷം നിങ്ങൾ എന്താണ് ലേൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ലേണിങ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഇത് പഠിക്കണം, ഇത് പഠിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ, അതേ സൈക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഈ സോൾ ലെസൺസ് പഠിച്ച് അതിൻ്റെ എന്തൊക്കെയാണോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് പുതിയ എന്താ പറയുക ലേണിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ വരുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം നിങ്ങളുടെ ഈ വർഷത്തെ 2025 നിങ്ങളുടെ lessons. Wow, abundance, superb. I am a limitless being and I can manifest whatever I desire in this physical reality. ഒരുപാട് സന്തോഷം ഗൈസ്. പൈൽ 2 സൂപ്പർ ഇൻട്രസ്റ്റിംഗ് കാർഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാർഡാണ്. അബണ്ടൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ രീതിയിലും എല്ലാ സ്ഥലത്തും എന്താ പറയുക റിലേഷൻഷിപ്പിൽ അബണ്ടൻസ്, വെൽത്ത്, ഹെൽത്ത്, അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ രീതിയിലും നമ്മൾ പറയില്ലേ, എല്ലാം കൊണ്ടും ഞാൻ ഭാഗ്യം ചെയ്തതാണ്. ആ ഒരു അബണ്ടൻസ് എനർജിയിലേക്ക് വരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭയങ്കര പാടാണ് അബണ്ടൻഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ. ഞാൻ എപ്പോഴും ഇത് ക്യാൻഡിൽ കത്തിക്കുമ്പോൾ പീസ്, പ്രോസ്പെറിറ്റി, അബണ്ടൻസ് പറഞ്ഞു തന്നെയാണ്. കാരണം എല്ലാ രീതിയിലും നമുക്ക് വന്നു ചേരട്ടെ, എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ 2025 നിങ്ങളുടെ ഏറ്റവും വലിയ ലേണിംഗ് സൂപ്പർ. കാരണം നമുക്ക് എന്ത് കാര്യവും നമ്മുടെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ അങ്ങനെ ഒരുപാട് സെൽഫ് ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് മാറുകയാണ്. 2025 ഏറ്റവും വലിയ ലേണിംഗ് അതാണ്. ചേഞ്ച് ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നത്തിങ് ക്യാൻ ഗ്രോ ഓർ ഇവോൾവ് വിത്തൗട്ട് മൂവ്മെൻറ്റ്. അതായത് നിങ്ങളിൽ എത്ര പേർക്ക് ചേഞ്ച് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് ചേഞ്ചിന്. പക്ഷേ ചേഞ്ച് നിങ്ങളത് ഉൾക്കൊള്ളുന്നു. ലൈക്ക് ഒന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നും നമ്മളിപ്പം എല്ലാ കാര്യവും സെറ്റ് ഇൻ സ്റ്റോൺ പോലെ അല്ല. നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ റിയാലിറ്റിയിൽ വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളതിന് റെഡി ആയിരിക്കണം. ഓക്കെ, നമ്മൾ അതനുസരിച്ച് മൂവ് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ കേസിൽ അത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഐ അക്സെപ്റ്റ് ദാറ്റ് ചാലഞ്ചസ് ആർ ദ ബെസ്റ്റ് വേ ടു ലേൺ. പല ചാലഞ്ചിങ് സിറ്റുവേഷൻസ് എല്ലാം വേണം നമ്മുടെ ലൈഫിൽ, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ സക്സസ്ഫുൾ ആവാനും പറ്റൂ എന്നുള്ളൊരു വലിയ ലേണിംഗ് നിങ്ങൾ ഈ വർഷം 2025 നിങ്ങൾ എടുക്കുന്നുള്ളതായിട്ടാണ് ഞാൻ ഇതിനകത്ത് കാർഡ്സ് വൈസ് എനർജിയിൽ കാണുന്നത്. വളരെ വളരെ നല്ല കാര്യം. കാരണം ഏറ്റവും ബെസ്റ്റ് കാർഡ്സ് പൈൽ 2. ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കാർഡ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല ലേണിങ്സ്. കാരണം നമുക്ക് ചേഞ്ച്, എത്ര പേർക്ക് അത് ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആ ചേഞ്ച്, നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നമ്മുടെ ലൈഫിൽ ആ ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ളൊരു ഫീല് നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. പുതിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായി വരിക. നമുക്ക് പല കാര്യത്തിനെക്കുറിച്ചും ക്ലാരിറ്റി കിട്ടുക. അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക ഭയങ്കര വേറെ ലെവൽ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഹൈ പ്രീസ്റ്റസിൻ്റെയൊക്കെ എനർജി എനിക്ക് കിട്ടുന്നത്. എനിക്കറിയില്ല ഹൈ പ്രീസ്റ്റസ് കാർഡ് കിട്ടുമെന്ന്. പക്ഷെ ഒരുപാട് ഹൈ പ്രീസ്റ്റസ് എനർജി, അതായത് ഒരുപാട് കണക്റ്റഡ് ആണ്. അതുപോലെ ഡിവൈൻലി കണക്റ്റഡ് ആണ്. അപ്പോൾ കണക്റ്റ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും ലൈക്ക് ഇതെല്ലാം നമ്മൾ ചെയ്യണം. നമ്മുടെ ലൈഫ് ഈ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങളുള്ളത് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫിൽ വരും. നമ്മളെല്ലാം ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇൻഫൈനറ്റ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വർഷം. ഒരു രക്ഷയില്ല ഗൈസ്. ഹൈ പ്രീസ്റ്റസ് പറഞ്ഞു. ഹെറഫൻ കാർഡ് എത്തിയിട്ടുണ്ട്. സന്തോഷം.
കാര്യം ഇതിൽ ഹെർഫൻ കാർഡ് വരുമ്പോൾ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഡിവൈൻലി ഗൈഡഡ് ആണ്. നിങ്ങൾ പല ആൾക്കാരും മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത്, കാരണം നമുക്ക് ചേഞ്ച് വരണമെങ്കിൽ വെളിയിലത്തെ ചേഞ്ചിന് മുന്നേ ഫസ്റ്റ് ചേഞ്ച് ചെയ്യണം നമ്മളാണെന്നുള്ളത് മനസ്സിലാക്കുകയും നമ്മൾ കൃത്യമായിട്ട് മെഡിറ്റേഷൻസ് പ്രാക്ടീസാക്കി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ രാവിലെ എണീക്കുന്നതിൽ മടിയുണ്ടായിരുന്നു, മെഡിറ്റേഷനെക്കുറിച്ച് ആലോചിക്കാനേ പറ്റില്ലായിരുന്നു, പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളത് ക്രിയേറ്റ് ചെയ്തു. കാരണം ഉറപ്പായിട്ടും 10 ഓഫ് വാൺസിൻ്റെ കാർഡുണ്ട്. 10 ഓഫ് വാൺസിൻ്റെ കാർഡ് വരുമ്പോൾ പല കാര്യത്തിലും കംപ്ലീഷൻ ചേഞ്ച് വരുമ്പോഴത്തേനും ഒന്ന് കംപ്ലീറ്റ് ആയി ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കുറേ ടഫായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തു നിന്നുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക ചലഞ്ചിങ് സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യുന്നത്. 3 ഓഫ് വാൺസ് ഡെഫിനറ്റ്ലി ഇവിടുത്തെ ഈ പൈലിനും ഉണ്ട്. എന്താ പറയുക ട്രാവൽ, എനിക്കിവിടെ ട്രാവൽ എനർജി നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടൈമിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ട്രാവൽ. കിങ് ഓഫ് കപ്സ് നേരത്തെ പൈൽ നടന്നു. ഇപ്പോൾ കിങ് ഓഫ് കപ്സ് നിങ്ങളും അത്യാവശ്യമല്ല നല്ല രീതിയിൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ ഓൺ പോയിൻ്റ് ആണ്. റൈറ്റ്, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇൻറ്റ്യൂഷൻ്റെ കാർഡ് രണ്ടിടത്തും വന്നിട്ടുണ്ട്. പൈൽ 1നും ആ ഒരു ഇൻറ്റ്യൂഷൻ എനർജി ഉണ്ട്. പിന്നെ ഇവിടെ ഹെറഫൻ കാർഡ്, ഹെറഫൻ എന്ന് പറയുന്നത് തന്നെ ഡിവൈൻലി കണക്റ്റഡ് ആണ്. നിങ്ങൾ ഒരുപാട് ഡിവൈൻലി കണക്റ്റഡ്, നിങ്ങൾക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ക്രൗൺ ചക്ര ആക്ടിവേഷൻസും കാര്യങ്ങളും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വർഷത്തെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ചക്രാസ്, റൂട്ട് ചക്ര, സേക്രൽ ചക്ര ആൻഡ് സോളാർ പ്ലെക്സസ് ചക്ര, ആ 3 ചക്രാസും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അതെല്ലാം ബാലൻസ്, നമ്മൾ പറയുക ചക്ര ബാലൻസായി വരുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ അതിൻ്റേതായ ഒരു ചേഞ്ചും കാര്യങ്ങളും ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, എനിവേ അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ചേഞ്ച് നിങ്ങൾ എന്തെങ്കിലും പ്രഗ്നൻസി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രഗ്നൻസി നമുക്ക് ഈ ഒരു വർഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു കുഞ്ഞിനും കൂടെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. അത് മാത്രമല്ല ചില ആൾക്കാർ മെഡിറ്റേഷൻ 100% ഞാൻ ഒരുപാട് പേരിൽ പൈൽ 2 സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരു റൊട്ടീനായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് ഡൗൺലോഡ്സും കാര്യങ്ങളും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അത്രയും നമ്മൾ ഡിവൈഡ്ലി ഗൈഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ പുതിയ പടവുകൾ ചവിട്ടി കയറാൻ നമ്മൾ റെഡിയാണ്. ഓക്കെ, ആ ഒരു റെഡിനെസ് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് ഉറപ്പായിട്ടും. കാരണം നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരിക. അപ്പം അതനുസരിച്ച് തന്നെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ലൈക്ക് എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പോകണം, എന്താ ഞാൻ ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കേസിലും ട്രാവലുണ്ട്. ട്രാവൽ മാത്രമല്ല, നിങ്ങൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ അതിന് വേണ്ടി ചെയ്യാത്ത പണിയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ വിട്ട് നാട് വിട്ട് അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അതിനൊരു ഫ്രൂഷൻ വരുന്നു എന്ന് നമ്മൾ പറയില്ലേ, അതിനൊരു ഫലം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് 3 ഓഫ് വാൺസിൻ്റെ കാർഡ്. ചില ആൾക്കാർ ഒരുപാട് ഡിവൈൻലി ഗൈഡഡ് ആണെന്നുള്ളത് നമ്മൾ പറയില്ലേ, എൻ്റെ ഇൻറ്റ്യൂഷൻ ഇത്രയും സ്ട്രോങ് ആണോ. നിങ്ങൾ പല ആൾക്കാർക്കും ഈ ഒരു പീരീഡിൽ, അതായത് 2025 പീരീഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻ്റ് ആണ്. നിങ്ങൾക്ക് പല സമയത്ത് ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗ് കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കുന്ന ഒരു ടൈം ഫ്രെയിം ആയിരിക്കും ഈ പറഞ്ഞ പോലെ ഇത്. അത് മാത്രമല്ല നമ്മൾ പറയില്ലേ 10 ഓഫ് കപ്സിൻ്റെ കാർഡ് ഹാപ്പി ഫാമിലിയുടെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ റിമൂവായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് എന്താ പറയുക ന്യൂനെസ് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഹാപ്പി ഫാമിലി എന്നുള്ള എനർജിയിലേക്ക് പോകുന്നു. ഓക്കെ, 2025 വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം ഒരുപാട് ചേഞ്ചസ്, നമ്മൾ പോസിറ്റീവ് ഫോം ഓഫ് ചേഞ്ചസ് എന്നേ പറയൂ. കാരണം അബണ്ടൻസിൻ്റെ കാർഡിൽ നിന്നാണ് തുടക്കം. ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് കാണുന്നത്. ഒരുപാട് സന്തോഷം ഗൈസ്, നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരട്ടെ, പോസിറ്റീവായിട്ടുള്ള ഇവൻസും കാര്യങ്ങളൊക്കെ വരട്ടെ. നമുക്ക് നോക്കാം. സ്പിരിറ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കറക്റ്റായിട്ട് ഈ ലെസൺസ് എല്ലാം നമ്മൾ ലേൺ ചെയ്ത് മുന്നോട്ട് പോയാൽ സ്പിരിറ്റ് നമുക്ക് തരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയായിരിക്കും, സ്പിരിറ്റ് നമ്മളിത് കറക്റ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് തരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയായിരിക്കും സ്പിരിറ്റ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി വെരി മച്ച്. Archangel Michael Spirit, Archangel Michael Spirit, thank you. All right. ക്ലാരിറ്റി, മെൻ്റൽ ക്ലാരിറ്റി അത് ഡെഫിനറ്റ്ലി ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം പല കാര്യത്തിലും നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുക. ചില സത്യങ്ങൾ നമ്മൾ ഇത്രയും നിറഞ്ഞാൽ പറയില്ല, നിങ്ങൾ ഒരുപാട് ഡിവൈൻലി ഗൈഡഡ് നമ്മൾ പറയും, ഒരുപാട് എന്താ പറയുക ഡൗൺലോഡ്സും കാര്യങ്ങളും കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൂടെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. ഹാപ്പിനെസ് എന്താണെങ്കിലും, കാരണം ഇത്രയും ചേഞ്ചസിനും എല്ലാത്തിനും നമ്മൾ റെഡി ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് സന്തോഷം കൊണ്ട് ദൈവം നിറയ്ക്കും. ഓക്കെ, അങ്ങനെ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്.
പിന്നെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ പല പല മാനിഫെസ്റ്റേഷൻ, ഇന്നലെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ റീഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഉറപ്പായിട്ടും നിങ്ങളുടെ റിയാലിറ്റിയിൽ നമ്മൾ പറയില്ലേ, എല്ലാ മാനിഫെസ്റ്റേഷൻ വന്നാൽ കൊള്ളാം, സന്തോഷം. പക്ഷേ നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നതായിട്ട് കാണും. ഓക്കെ, പല കാര്യങ്ങൾ പലതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടുപിടിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബ്ലൂ ബട്ടർഫ്ലൈ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. നിങ്ങൾ ആ ലേണിംഗ് പ്രോസസ്സിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോകുന്ന വഴി കറക്റ്റ് ആണെന്നുള്ളതിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ബ്ലൂ ബട്ടർഫ്ലൈസ് കാണുന്നതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഫൈൻഡിങ്, പല കാര്യങ്ങളും തിരിച്ചറിയുന്നു, ക്ലാരിറ്റി, പലതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി, അതൊക്കെ നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് ആണ്. നമ്മൾ ഈ ഒരു ലെസൺ ലേൺ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് തന്നെയാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇവിടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ പലരും ഈ പറഞ്ഞ പോലെ ഈ ചേഞ്ച് കഴിയുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോ പറയാൻ പഠിക്കുകയാണ്. ഇല്ല, ഇത് പറ്റില്ല, സോറി, എന്നെക്കൊണ്ട് ഇപ്പം അത് നടക്കില്ല, നോ പറയാനായിട്ടുള്ളൊരു ഒരു പുതിയ പാറ്റേൺ നമ്മൾ ലൈഫിൽ കണ്ടുപിടിക്കുകയാണ്. കാരണം നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എനർജി എനിക്കിവിടെ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 10 of Cups ആണ്, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. വിഷ് ഫുൾഫിൽമെൻറ്റ് മാത്രമല്ല, നമ്മുടെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കാർഡ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ അത്രയും വലിയ ഡിവൈൻലി കണക്റ്റഡ് അല്ല എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഡിവൈൻലി കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻ്റ് ആണ്. പല സിറ്റുവേഷനും നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഫീൽ ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരാറ്. അത് മാത്രമല്ല, ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി സോളാർ പ്ലെക്സസ് ചക്ര അവേക്കനിങ്. കാരണം എനിക്കിവിടെ സോളാർ പ്ലെക്സസ് ചക്ര അവേക്കനിങ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു. ഓക്കെ, പല കാര്യങ്ങളും ചെയ്ത് കാണിക്കുന്നു, മറ്റുള്ളവർക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയല്ല ചെയ്യുന്നത്. യെസ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാനിത് ചെയ്യുന്നുണ്ട്, സോ ചെയ്ത് കാണിക്കുക, ബെസ്റ്റ് എക്സാമ്പിളായി മാറുക. 2025 ചില ആൾക്കാർ നമ്മൾ പറയില്ല, അവനെ കണ്ടു പഠിക്കുക, അവൻ നല്ലൊരു എക്സാമ്പിളാണ് എന്നുള്ളത് പറയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്നു എന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അഡ്വേഴ്സിറ്റീസ് പലതും ഉണ്ടാവും ഉറപ്പായിട്ടും. ആ ഒരു അഡ്വേഴ്സിറ്റി തന്നെ ഫോൺസിനെ കാണുമ്പോൾ തന്നെ അറിയാം. അഡ്വേഴ്സിറ്റീസിനെ, ആ ചലഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്ത് അതിലൂടെ നടന്ന് നമ്മൾ മുന്നോട്ട് പോകും. അതിനേക്കാൾ സ്ട്രോങ്ങറായിട്ട് തിരിച്ചിറങ്ങി വരും. അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണുള്ളത്. നമുക്ക് നോക്കാം നമ്മുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ്. നമ്മളിങ്ങനെ പറയാൻ നല്ല എളുപ്പമുണ്ട്, ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ വന്ന് ചേരും, അത് അഡ്വേഴ്സിറ്റി നമ്മൾ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ചാലഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് സ്പിരിറ്റ് നമുക്ക് ഈ സോൾ ലേണിങ്ങിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഡൗട്ട് വരും. ഓക്കെ, പ്രൊട്ടക്റ്റഡ് ആണോ, പ്രൊട്ടക്ഷൻ ഉണ്ടോ, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ളൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പല സിറ്റുവേഷൻസ് വരും, കുറച്ച് ചാലഞ്ചിങ് ആകുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ളത്. സെക്യൂരിറ്റി, ഈ പറഞ്ഞ പോലെ ഞാൻ സെക്യൂർ ആണോ എന്നുള്ളൊരു ഫീല്. ഓക്കെ, ചേഞ്ച് തന്നെയാണ് നിങ്ങളുടെ ലെസണും, അത് തന്നെയാണ് നിങ്ങളുടെ ചാലഞ്ചും. ഓക്കെ, അതിൻ്റെ അർത്ഥം വേറൊന്നുമില്ല. നിങ്ങളിൽ പല ആൾക്കാർക്കും എന്നെ പോലെ തന്നെയാണ് ചേഞ്ച് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. ഉറപ്പായിട്ടും അങ്ങനെ ചേഞ്ച് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ എനിക്കൊരു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്താ പറയുക, ചലഞ്ചസ് ആയിട്ട് വന്നതിനകത്ത് ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടാണ് ഞാനൊന്ന് സ്റ്റക്കായത്. ചലഞ്ചസ് ഉറപ്പായിട്ടും, ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ഒരു ചാലഞ്ചായിട്ട് വരില്ല. പക്ഷേ ചില ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല ഇത് എടുക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വിസ്ഡമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ കണക്ഷൻ ഫീൽ ചെയ്തൊന്നും വരില്ല. അപ്പം അങ്ങനെ ഒരു ചാലഞ്ച്, അതായത് നമ്മൾ പറയില്ലേ, എല്ലാ കാര്യത്തിനെക്കുറിച്ചും നമുക്ക് എല്ലാവരുടെ ഉള്ളിൽ ഒരു അറിവുണ്ട്. അപ്പം ചില അറിവുകൾ പുറത്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആയിരിക്കില്ല ഉണ്ടാകുക. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ചാലഞ്ച് നമ്മുടെ ഈ പറഞ്ഞ പോലെ സോൾ ലെസൺ ലേൺ ചെയ്യുമ്പോൾ വരും. അതുപോലെ ചേഞ്ചാണ് നമ്മൾ ഏറ്റവും വലിയൊരു സോൾ ലെസൺ നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നത്. ആ ചേഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനേ നമുക്ക് കുറച്ച് ഡൗട്ടായിരിക്കും. ഓക്കെ, അതാണ് ചേഞ്ചിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇത് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരിക. ഓക്കെ, അങ്ങനെ ഒരു എനർജിയും കൂടി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെന്താ വേണ്ടതെന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓൾറൈറ്റ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ചാലഞ്ചസ്.
നമുക്ക് നോക്കാം സ്റ്റാർ സീഡ് ഒറക്കിൾ കാർഡിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്താ ഗൈഡൻസ് ഉള്ളതെന്ന് നോക്കാം. സ്റ്റാർ സീഡ്സ്, നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർ സീഡ് ആണെന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ്സോ അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മെസ്സേജോ എന്തെങ്കിലും നോക്കാം. 2 കാർഡ്സ് എടുക്കാം. ബോട്ടം ഓഫ് ദ ഡെക്കും ഒരു കാർഡും. സ്പിരിറ്റായി നമുക്ക് അറിയേണ്ടത് ഞാൻ ഷഫിൾ ചെയ്തല്ലേ ഗൈസ്. കാർമിക റിലേഷൻഷിപ്പ്, നിങ്ങൾ 1ഉം 2ഉം പൈലുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ 1ഉം കൂടെ പോയി കാണണേ. കാരണം ഇത് സെയിം കാർഡ്, കാർമിക് റിലേഷൻഷിപ്പ്, ഒറയൻ എനർജി, പോളാരിറ്റി, സോൾ ഗ്രോത്ത്, കോൺഫ്ലിക്റ്റ്, അങ്ങനെ ഒരു എനർജി, കാർമിക് റിലേഷൻഷിപ്പിൻ്റെ എനർജി എനിക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്ന ആൾക്കാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ചില റിലേഷൻഷിപ്പിൻ്റെ പർപ്പസ് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യും. ഓക്കെ, ഇറ്റ്സ് നോട്ട് യെറ്റ് ടൈം, തിങ്സ് ആർ ബീങ് മൂവൺ. നമ്മൾ ഒരു കാര്യത്തിനും ഭയങ്കര ധൃതി വെക്കണ്ട. എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഒരു ഡിവൈൻ ടൈമിങ് എടുക്കും. അപ്പം എല്ലാം ശരിയായി വരാൻ അതിൻ്റേതായ ഒരു ചെറിയ ടൈം ഫ്രെയിം ഞാനിവിടെ കാണുന്നുണ്ട്. എക്സ്ക്യൂസ് മീ. ഞാൻ പിന്നെയും ക്യാമറ ഷേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം വേറൊന്നുമില്ല, നിങ്ങളിൽ ചില ആൾക്കാർ കാർമിക് റിലേഷൻഷിപ്പിലായിരിക്കും. ഓക്കെ, ആ ഒരു കാർമിക് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് അതും ഒരു ചേഞ്ചാണ്. മനസ്സിലായ നമുക്ക് തന്നെ മനസ്സിലാവില്ല നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന്. കാർമിക് ആണോ സോൾമേറ്റ് ആണോ എന്നൊക്കെ മനസ്സിലാവില്ല ചിലതൊക്കെ. അങ്ങനെ കാർമിക് റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ അത് നമ്മൾ എൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരുന്നു എന്നുള്ളത് ഞാനിവിടെ കാർഡ്സ് വൈസ് പറയുകയാണെങ്കിൽ കാണുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. കാരണം നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും അവരുടേതായ ലൈഫിൽ ഒരുപാട് ചേഞ്ചസും പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക സീക്വൻസും കാര്യങ്ങളും എല്ലാം താല്പര്യം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ലൈഫിലും അതേപോലത്തെ ചേഞ്ചസും കാര്യങ്ങളും വരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ പറയാം ചില ചേഞ്ചസ് വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമ്മളെപ്പോഴും റെഡി ആയിരിക്കുക. നിങ്ങളിവിടെ ഓഫ് കോഴ്സ് റെഡി ആണെന്ന് എനിക്കറിയാം. പിന്നെ ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പ് അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഞാൻ ഫൈനലി എടുക്കുന്ന കാഴ്ച വേറൊന്നുമല്ല ഗൈസ്. നിങ്ങളുടെ പാസ്റ്റ് ആൻഡ് മരിച്ചുപോയ ആൾക്കാരുടെ ആരെങ്കിലും പർട്ടിക്കുലർ മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ ആരാ വരുന്നതെന്ന് ആലോചിക്കുക. അവരുടെ എന്തെങ്കിലും പർട്ടിക്കുലർ മെസ്സേജ് നിങ്ങൾക്ക് 2025 വേണ്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. 2025 മരിച്ചുപോയ ആൾക്കാരുടെ ആരെങ്കിലും മെസ്സേജ് പൈൽ 2 വേണ്ടിയിട്ടുണ്ടോ? someone needs your support, can you help them, we will guide you. ചില ആർക്കെങ്കിലും സപ്പോർട്ട് വേണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നിക്കും അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, വി കെയർ അബൌട്ട് യു, വി വോണ്ട് യു ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ സെൽഫ് കെയർ ഒന്നും ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എല്ലാവരും മറ്റുള്ളവരെ കെയർ ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്പിരിറ്റ് പറയുന്ന വേറൊന്നുമല്ല, നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഡിവൈൻ ടൈമിംഗ് ആണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. യു ആർ എ സ്റ്റാർ, സ്റ്റെപ്പ് ഇൻ ടു ദ സ്പോട്ട് ലൈറ്റ് വെയർ യു ബിലോങ്. നിങ്ങൾക്ക് പല ആൾക്കാരും പേടിച്ച് മാറി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്റ്റാറാണ്. നിങ്ങൾ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, സ്പോട്ട് ലൈറ്റിൽ വരാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, മടിച്ച് ബാക്കിലോട്ട് മാറി നിൽക്കരുത്. ഗീവ് യുവർ സെൽഫ് ടൈം, ബി കൈൻഡ് ടു യുവർ സെൽഫ് ആൻഡ് ഹീൽ ഇൻ യുവർ ഓൺ വേ. ചില ആൾക്കാർ ഇവിടെ ഹീലിംഗ് പ്രോസസ്സിലാണ്. ഓക്കെ, നിങ്ങൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് പൈൽ 1 കൂടെ നോക്കണേ. കാരണം ഒരുപാട് ഹീലിങ്ങിൻ്റെ എനർജിയും കാര്യങ്ങളും ഒക്കെ ആക്ഷൻ എടുക്കുന്നതിനൊക്കെ കുറിച്ച് നമ്മൾ പൈൽ 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് 2 കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പൈൽ 1 റെലവൻ്റ് ആയിട്ടുള്ള മെസ്സേജ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം ബാക്കി വേറെ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ. കാരണം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആൻസിസ്റ്റേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ ഈ ചേഞ്ചിൻ്റെ ടൈമിൽ ഉറപ്പായിട്ടും അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഈ ചേഞ്ചിന് ശേഷം നിങ്ങളൊരു എന്താ പറയുക നമ്മൾ പറയുക നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മളൊരു ന്യൂനെസ് ഉള്ള ഒരു പുതിയൊരു പേഴ്സണായിട്ട് മാറും. ഓക്കെ, അത് ആ പേഴ്സണായിട്ട് മാറുന്നതിന് ഇവിടെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം നിങ്ങൾ പല ആൾക്കാരും സ്പോട്ട് ലൈറ്റിൽ വരേണ്ട ആൾക്കാരാണ് മടിച്ച് മാറി നിൽക്കുന്നതാണ്. അയ്യോ പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റുമോ, ഞാൻ ചെയ്യണോ, എക്സ്ക്യൂസ് മീ, എന്നെക്കൊണ്ട് പറ്റുമോ, ഞാനത് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഞാൻ പറയും ഗോ ഹെഡ്, ഡു ഇറ്റ്, ചെയ്യുക. നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഇത് കിട്ടും. ഈ പറഞ്ഞ പോലെ ഞാനിപ്പം വീഡിയോസ് ചെയ്യുന്നുണ്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പുഷ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ പറ്റില്ല, സ്പിരിറ്റ് എനിക്ക് വയ്യ, ഞാൻ തളർന്ന് എന്ന് പറഞ്ഞ് എനിക്ക് മാറിയിരിക്കാൻ പറ്റില്ല. സ്പിരിറ്റ് അതിന് സമ്മതിക്കില്ല. അതാണ് വേറൊരു ഫാക്ടർ. എനിക്കറിയില്ല നിങ്ങൾ ആരൊക്കെയാണ് ഈ റീഡിങ്സൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന്. പക്ഷേ
ഒന്നും പറയാനില്ല. എനിവേ എനിക്ക് തോന്നുന്നു പൈൽ ടുവിൻ്റെ എല്ലാ മെസ്സേജസും നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ലെസൺ എന്താണെന്നുള്ളതും അതിന് വരുന്ന ബ്ലെസ്സിങ്സും ചാലഞ്ചസും ഒക്കെ എന്താവാം, അതിന് വേണ്ടുന്ന ഗൈഡൻസ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടി. എനിവേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ആയി എന്നുള്ളത്. ഇതിനകത്തുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും കൊണ്ടുപോവുക. ഓക്കെ, എന്നിട്ട് മാക്സിമം ചേഞ്ചസൊക്കെ മടിയാണ്. ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചും ലൈഫിൽ ചേഞ്ചസ് വരുമ്പോഴേ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. കാരണം അബണ്ടൻസിൻ്റെ എനർജിയാണ് വരുന്നത്, പോസിറ്റീവ് എനർജിയാണ് വരുന്നത്, നമ്മുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ്സാണ് വരുന്നത്. അപ്പം അതിനെ നമ്മൾ ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഹാപ്പിനെസ്സും ബ്ലെസ്സിങ്സും എല്ലാം നിങ്ങളുടെ ലൈഫിൽ വരട്ടെ. എല്ലാ ബ്ലെസ്സിങ്സും ഉള്ള നല്ലൊരു വർഷമായി തന്നെ ഈ വർഷം തീരട്ടെ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ, ബൈ. ഹായ് പൈൽ 3, വെൽക്കം ടു യുവർ റീഡിങ്. ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ, ഈ ചാർജർ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ഇത് ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ, വെൽക്കം ടു യുവർ റീഡിങ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ വർഷത്തെ നിങ്ങളുടെ സോൾ ലെസൺസ് എന്താണ് നിങ്ങൾ ഈ വർഷം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, മുന്നോട്ട് പോവേണ്ടത്, ഓവർകം ചെയ്യേണ്ടത്. ഓക്കെ, എന്ത് സോൾ ലെസൺസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഗിൽറ്റ്. ഐ റിലീസ് എനി ബിലീവ്സ് ദാറ്റ് നോ ലോങ്ങർ. ഓക്കെ, ഗിൽറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഐ റിലീസ് എനി ബിലീഫ് that no longer assist in my soul's growth. അപ്പോൾ ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വർഷം പഠിക്കാൻ പോകുന്നൊരു വലിയ ലെസൺ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഗിൽറ്റ് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനെ ഹീൽ ചെയ്യണം. ഹീൽ ചെയ്ത് തന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതെല്ലാം നിങ്ങൾ ഈ വർഷം ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിട്ടാണ്. അത് മാത്രമല്ല, അത് നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും. നമ്മുടെ മനസ്സിൽ ഗിൽറ്റ് ഫീലിംഗ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഉപയോഗമില്ല, അല്ലേ? നമ്മൾക്ക് ശരിയാണ്, ചില സമയത്ത് ചില സിറ്റുവേഷനിൽ നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വരാം. അപ്പം അത് നമ്മൾ ഹീൽ ചെയ്ത് തന്നെ മുന്നോട്ട് പോയാൽ വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഫൊർഗീവ് ചെയ്യുക, ഹീൽ ചെയ്യുക, അതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമുള്ള വാക്കുകളാണ്. പക്ഷേ അത് ചെയ്ത് മുന്നോട്ട് പോവുക ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അതിൻ്റേതായൊരു പ്രശ്നം ഞാൻ ഇതിൽ കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള വലിയ ലേണിംഗ്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു കാരണമുണ്ടെന്നും അത് വളരെ റെലവൻ്റ് ആണെന്നും നമ്മുടെ റിയാലിറ്റിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് എന്നുള്ളതും ഒക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു വർഷമായിരിക്കും ഉറപ്പായിട്ടും. സക്സസ്, ഐ നോ ദാറ്റ് ഈസ് നോ ഗ്രേറ്റർ ഗോൾ ദാൻ ടു ലവ്. ഇൻട്രസ്റ്റിംഗ്. സക്സസ് എനിക്കിവിടെ മറ്റേ സക്സസ്സും കൂടി വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പർട്ടിക്കുലർ വെഞ്ചറും കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലും സക്സസ് ഞാൻ കാണുന്നുണ്ട്. അതല്ല, ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മളെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ അത്രയും ഇഷ്ടത്തോടു കൂടി ചെയ്യുക. നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പലരും പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റാറില്ല. കാരണം നമുക്ക് ഒരു ജോബ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ജോബിന് പോയാൽ മാത്രമേ നമ്മുടെ ബില്ലുകൾ പേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന ആൾക്കാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ കൂടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യത്തിൽ സക്സസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. എനിക്ക് ഈ സക്സസിൻ്റെ കാർഡിനകത്ത് സ്നേഹിക്കുക എന്നുള്ളത് മീനിങ് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടുതലും നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഇത് സക്സസ്ഫുൾ ആവുമോ എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ കേസിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഡൗട്ടേ വരുന്നില്ല. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഒരുപാട് സക്സസ് കൊണ്ടുവരും. പക്ഷേ ആ ഒരു സക്സസ് എനർജി അത് നിങ്ങൾ ലേൺ ചെയ്യുകയാണ്. ലൈക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടത്തോടെ, ചില ആൾക്കാർ ഒരു ഇഷ്ടമില്ലാതെ പല കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ഒരു പാഠം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ഇഷ്ടത്തോട് ചെയ്യുന്നു അത് നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ സക്സസ്ഫുള്ളായി മാറുകയും, അത് മാത്രമല്ല നമ്മുടെ ലൈഫിലെ ഓരോ ഫ്രണ്ട്സും, നമ്മുടെ ലൈഫിലുള്ള ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒരു പർപ്പസ് ഉണ്ടെന്നും അവർ നമ്മുടെ ലൈഫിൽ വരുന്നതിന് ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടെന്നും ആ ഡിവൈൻ ടൈമിങ്ങിൽ വന്ന് നമ്മളെ എങ്ങനെയാണോ ഹെൽപ്പ് ചെയ്യേണ്ടത് അത് ഹെൽപ്പ് ചെയ്ത് തന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നുള്ളതൊക്കെയാണ് എനിക്കിതിനകത്ത് കിട്ടുന്ന മെയിനായിട്ടുള്ള നിങ്ങളുടെ സോൾ ലെസൺസ് എന്ന് പറയുന്നത്. പിന്നെ ഗിൽറ്റ് ഫീലിംഗ്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട് ഉറപ്പായിട്ടും. നമ്മളെല്ലാവരും സാധാരണ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് വരാം, ഗിൽറ്റ് ഫീലിംഗ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയാണ്. കാരണം ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായി നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നത് വേറെ പ്രയോജനമില്ല. നമ്മളെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ സോൾ ഗ്രോത്തിനെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു.
ഓക്കെ, എൻ്റെ തൊണ്ട കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് നോക്കാം ഫർദർ എന്താണ് ഇതിനകത്ത് കുറച്ച് ഡിഗിൻ ചെയ്ത് നോക്കാം ഏതൊക്കെ ഏരിയയിലാണ് ഈ പറഞ്ഞ പോലെ നമ്മളെ സോൾ ഗ്രോത്ത് അല്ലെങ്കിൽ സോൾ ലെസൺ, സോൾ പ്ലാൻ എന്നൊക്കെ പറയുന്ന സംഭവം നോക്കാം. സോൾ എന്താ പറയുക, സോൾ ലെസൺ, വാവ്, ഹൈ പ്രീസ്റ്റസ്, എക്സ്ക്യൂസ് മീ, സോൾ ലെസൺ, ദ ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പല കാര്യത്തിനെക്കുറിച്ചും കൃത്യമായ ഡൗൺലോഡ്സ് കിട്ടും. പല കാര്യത്തിനെക്കുറിച്ചും ആഹാ മൊമെൻറ്റ്സ് ഉണ്ടാവും. ചിലയിടത്ത് നിങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി ചെയ്യുക, ചിലയിടത്ത് നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മൾ സംസാരിക്കണം, നമ്മൾ മറുപടി പറയണം. ചിലയിടത്ത് നമ്മൾ ഒരു അക്ഷരം പറയരുത്. കാരണം ചിലർക്ക് നമ്മൾ പറയാതിരുന്നാൽ, നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ മാത്രമായിരിക്കും അവർക്കത് മനസ്സിലാവുന്നത്. ശരിയാണ്, അവർ റെസ്പോണ്ട് ചെയ്തില്ലല്ലോ, നമ്മൾ ഇത്രയും ഓവർ റിയാക്ട് ചെയ്തിട്ട് അവർ അനങ്ങിയില്ലല്ലോ എന്നവർ ചിന്തിക്കൂ. ഓക്കെ, ചിലയിടത്ത് നമ്മൾ എന്താ പറയുക, സൈലൻസിന് ഭയങ്കര പവറാണ്. അപ്പം ചില ആൾക്കാർ അത് തിരിച്ചറിയുന്ന ഒരു സമയമാണ്. എല്ലാത്തിനും നമ്മൾ റെസ്പോണ്ട് ചെയ്യണ്ട. ചിലയിടത്ത് നമ്മൾ ഒരക്ഷരം മിണ്ടാതെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. യെസ്, നിങ്ങൾ പറയേണ്ട പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത്. അപ്പം അവർക്ക് നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് തന്നെ ഉള്ളിൽ തോന്നും, ഇതെന്താ ഇങ്ങനെയെന്ന് അവർക്ക് തോന്നിയിട്ട് അവർ തന്നെ മനസ്സിലാക്കും ലൈക്ക് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്താണെന്നും ആരാണ് കുറച്ചുകൂടി ഡിവൈൻലി കണക്റ്റഡ് ആണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു കുറച്ചു നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. എനിവേ നമുക്ക് നോക്കാം. ഏസ് ഓഫ് കപ്സിൻ്റെ കാർഡാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ഹീലിംഗ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടും ഈ പറഞ്ഞ പോലെ ഏസ് ഓഫ് കപ്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നുണ്ട്. അതിലും ഒരുപാട് റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്താ പറയുക ന്യൂ ബിഗിനിങ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ ഈ വർഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ്. പിന്നെ അതുപോലെ തന്നെ ഹീലിംഗ്. നിങ്ങളിൽ പല ആൾക്കാരും എന്താ പറയുക ഇമോഷണലി ഹർട്ടായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിന്നൊക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് വരികയാണ്. ചില ആൾക്കാർ ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് ചില എന്താ പറയുക ഇലകളുമായിട്ട് കണക്റ്റ് ആവുന്നു. ഓക്കെ, ക്യാൻഡിൽ മാജിക്, ഓക്കെ, പലതും മാനിഫെസ്റ്റേഷൻ്റെ പല ടെക്നിക്സ് പലതുമൊക്കെ നിങ്ങൾ ഈ വർഷം ഉറപ്പായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ആക്റ്റീവായിട്ട് ചെയ്ത് അതിൻ്റെ പല ക്രിയേഷൻസ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നുണ്ട്. ചില ആൾക്കാരെ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് അത് കൃത്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടടുത്ത് ആളുകളെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ സ്പേസ് കൊടുക്കുന്നില്ല. ചിലരുടെ ഈ പറഞ്ഞ പോലെ അഡിക്ഷൻസ്, എന്തെങ്കിലും ഒരു നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ പാറ്റേൺ തന്നെ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിന്ന് ബ്രേക്ക് ഫ്രീ ആവുകയാണേ. ഓക്കെ, ദ ഡെവിൽ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അതിനകത്ത് നിന്ന് ബ്രേക്ക് ഫ്രീ ആയി മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്. ടു ഓഫ് സോർട്സ്, നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നു, പല കാര്യത്തിനെക്കുറിച്ചുള്ള ഡിസിഷൻ എടുക്കുന്നു, എന്താ ചെയ്യേണ്ടത്. കാരണം എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പം ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ തന്നെ കൊണ്ടുവരുന്നു, മുന്നോട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജി എനിക്കിവിടെ ഓഫ് കോഴ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം അടുത്ത് ഇനി വരുന്ന കാഴ്ച എന്തൊക്കെയാണ്. അതിന് മുന്നേ തന്നെ ഞാൻ ചോദിക്കാം, മീൻസ് ഞാൻ പറയാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, രണ്ട് ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പം ഇതിന് മുന്നേ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ആയിരുന്നു. ഈ രണ്ട് ഓപ്ഷനും കൂടെ കാണുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇനി ട്രസ്റ്റ് ചെയ്യും നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻറ്റ്യൂഷൻ. കാരണം ഇതിലും കണ്ണടച്ചിരിക്കുന്നു, ഈ രണ്ടിൻ്റെ എനർജി നമ്മൾ കണക്ട് ചെയ്യുകയാണ്, നമ്മൾ ഡിവൈനുമായിട്ട് അല്ലെങ്കിൽ ഗോഡസുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിൽ പല ആൾക്കാരും ഡിവൈൻ കണക്ഷൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ്. ഓക്കെ, അതിലൂടെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് റിലീവായി പോവുകയാണ്. ഓക്കെ, റിലീവായി പോകുമെന്ന് മാത്രമല്ല, അതിനകത്തുനിന്ന് നമ്മളെന്താ പറയുക ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ മാറ്റിയിട്ട് നമ്മളെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ്. നമ്മൾ ഈ സോൾ ലെസൺ പഠിച്ച് കഴിയുമ്പം സ്പിരിറ്റ് നമുക്ക് ബ്ലെസ്സിങ്സ് തരും. ഓക്കെ, ഉറപ്പായിട്ടും തരും. അപ്പം ആ ഒരു ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്പിരിറ്റ് നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക ഈ സോൾ ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. സോൾ ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബ്ലെസ്സിങ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോൾ ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബ്ലെസ്സിങ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. താങ്ക് യു.
ഓൾറൈറ്റ്, നമുക്ക് നോക്കാം എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. വെൽബീയിങ്, നമ്മുടെ തന്നെ മൊത്തത്തിലുള്ള വെൽബീയിങ്ങിനെ നമുക്ക് എന്താ പറയുക, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം സ്പിരിറ്റ് ഗൈഡ്സ് തരും. എസ്പെഷ്യലി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബ്ലൂ ബട്ടർഫ്ലൈസിനെ കാണും. ബ്ലെസ്സിങ്സ് ഉറപ്പായിട്ടും എന്തൊക്കെ ബ്ലെസ്സിങ്സ് തരും, ബ്ലെസ്സിങ്സ് തന്നെ തരും ഡിവൈൻ. ഉറപ്പായിട്ടും ക്ലാരിറ്റി, പല കാര്യത്തിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി, കറേജ്, പലതും ചെയ്ത് കാണിക്കാനുള്ള ധൈര്യം, സക്സസിൻ്റെ കാർഡ് വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു, പലതും ചെയ്ത് കാണിക്കാനുള്ള ധൈര്യവും മുന്നോട്ട് വരാനും ആക്ഷൻ എടുക്കാനും ഒക്കെ ഉള്ളൊരു ധൈര്യം നമുക്ക് ദൈവം തരും. നമ്മുടെ ഗുഡ് ലക്ക് വേറെ ലെവലിലേക്ക് മാറും. ഓ വാവ്, പൈൽ 3 നിങ്ങൾ വേറെ ലെവലാണ് കേട്ടോ. നിങ്ങളുടെ റീഡിങ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിനേക്കാൾ ഭയങ്കര വലുതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേറെ ലെവലിലേക്ക് റീഡിങ് മാറും എന്നൊക്കെ പറയില്ല. ഇങ്ങനത്തെ ഒരു റീഡിങ് തന്നെ കേട്ടോ. നിങ്ങൾ ഒരുപാട് ഡിവൈൻലി കണക്റ്റഡ് ആണ്. നിങ്ങൾ എല്ലാവരും ടാരോ ആയിട്ടും ആസ്ട്രോളജി, ന്യൂമറോളജി, ഒക്കൾട്ട്, ലാൽ കിതാബ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. ഒരു ഡൗട്ടും എനിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ പല കാര്യത്തിനെക്കുറിച്ചും നിങ്ങൾക്ക് ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വഴിതെറ്റി നിൽക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിന്നൊക്കെ സൂപ്പറായിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നു. അതിനേക്കാൾ സൂപ്പറായിട്ട് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ പല കാര്യത്തിൽ നിന്നും പുഷ് ചെയ്യുന്നു, പലതിനും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നുണ്ട് ഉറപ്പായിട്ടും. ഓക്കെ, എനിവേ നല്ല ബ്ലെസ്സിങ്സ് ആണ് ഗൈസ്. ഗുഡ് ലക്ക് വരിക, കറേജ് ഉണ്ടാവുക, നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് കാണിക്കാനുള്ള ധൈര്യം ഉണ്ടാവുക, പലതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടുക, പല ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റുക, പല സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുക, എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ്സ് വന്ന് ചേരുക, നമുക്ക് നമ്മുടെ ഓവറോൾ എനർജിയിലെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുക. ചില ആൾക്കാർക്ക് ഇവിടെ ഡെഫിനറ്റ്ലി ക്യാറ്റ് എന്തായാലും ഉണ്ടാവും, ബ്ലാക്ക് ക്യാറ്റിനേക്കാളും. പിന്നെ ഈ ഗുഡിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ലെസൺ ലേൺ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് നമ്മൾ കൂടുതലായിട്ട് കാണുന്നൊരു എന്താ പറയുക, ആനിമലായിരിക്കും ബ്ലാക്ക് ക്യാറ്റ്. ഓക്കെ, റൈറ്റ്, താങ്ക് യു. നമുക്ക് ഇതൊക്കെ ആണ് ബ്ലെസ്സിങ്സ്. പക്ഷേ നമ്മൾ ഈ സോൾ ഗ്രോത്ത് അല്ലെങ്കിൽ സോൾ ജേർണിയിൽ പോകുമ്പോൾ